സിനു, നമുക്കിന്ന് ഈ സംസാരിക്കും മുമ്പ് ഞാൻ സിനുവിനെ ഒരു വീഡിയോ കാണിക്കാം. ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ കുറച്ച് പേര് കണ്ടു കാണും, ഉറപ്പാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടു കാണത്തില്ല. ദാ ഈ വീഡിയോ നോക്കൂ. കരയുന്നതാണല്ലോ. കരയുന്ന ആളെ മനസ്സിലായോ? ഇത് അയോധ്യയിലെ MP അവധേഷ് പ്രസാദാണ്. ആ, അവധേഷ് പ്രസാദാണ്. അദ്ദേഹം ഉത്തർപ്രദേശിൽ 6 തവണ മന്ത്രിയായിരുന്നു. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു തോന്നുന്നു, പിന്നീട് SP ചേർന്നു. അങ്ങനെ പാർട്ടി മാറി 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 അഖിലേഷിൻ്റെ പാർട്ടിയിൽ ഇപ്പോൾ ഉള്ള ആളാണ്. അയാളാണ് അയോധ്യയിലെ MP. നിയമസഭാംഗത്തെ ഞാൻ ഇൻവെർട്ടഡ് കോമയിലാണ് പറഞ്ഞത്. അയോധ്യയിലെ MP, രാഹുൽ ഗാന്ധി പറഞ്ഞ അയോധ്യയിലെ MP ആണ് അവധേഷ് പ്രസാദ്. അയാൾ ജയിച്ചത് ചില്ലറ വോട്ടിനൊന്നുമല്ല, 5,54,289 വോട്ട് കിട്ടി. അതായത് 54,567 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത്. മണ്ഡലത്തിലെ പോൾ ചെയ്ത 48.5% വോട്ടും 48.59% വോട്ടും അവധേഷ് പ്രസാദിന് കിട്ടി. അപ്പോൾ UP വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയുണ്ടായി. പാർലമെൻറ്റ് കൂടിയപ്പോൾ ഈ അവധേഷ് പ്രസാദിനെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തൻ്റെ തൊട്ടടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് നോക്കൂ, ഇത് ഈ അവധേഷ് പ്രസാദ് ഇയാളാണ് യഥാർത്ഥ അയോധ്യ രാജാവ്. അതിനകത്തൊരു കുഴപ്പമുണ്ട്. കാരണം അയോധ്യയിലെ രാജാവായിട്ട് യുഗങ്ങളായി നൂറ്റാണ്ടുകളായി ഇന്ത്യക്കാർ വിശ്വസിക്കുന്ന ആരെയാണ്? ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമനല്ല അയോധ്യയിലെ രാജാവ് എന്ന് പറഞ്ഞു അല്ലേ? അത് ഇൻഡയറക്റ്റായിട്ടൊരു കുറ്റപ്പെടുത്തലല്ലേ? കുറ്റപ്പെടുത്തലാണ്. കുറ്റപ്പെടുത്തൽ മാത്രമല്ല, ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഹനിക്കലും ഹിന്ദുക്കളെ അപമാനിക്കലുമാണ്. ശ്രീരാമനെ തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഓ, അങ്ങനെ ആണല്ലോ രാഹുൽ പറഞ്ഞ അയോധ്യ MP എന്നാണ്. അപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് പാർലമെൻറ്റിലെ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി. നമ്മുടെ മാധ്യമങ്ങളും പറഞ്ഞ അയോധ്യ MP, രാഹുൽ ഗാന്ധി അയോധ്യ MP എന്നാണ് പറഞ്ഞത്. നോക്കിയപ്പോൾ അയോധ്യ എന്നൊരു പാർലമെൻറ്റ് മണ്ഡലം ഇല്ല, അയോധ്യ ജില്ലയുണ്ട്. അയോധ്യ ജില്ലയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലമായ ഫൈസാബാദിൽ നിന്നാണ് അവധേഷ് പ്രസാദ് ജയിച്ചത്. പക്ഷെ പറയുമ്പോൾ അയോധ്യ എന്ന്. അതെന്തുകൊണ്ടാണ് അയോധ്യ എന്ന് പറയുന്നത്? അത് ഹിന്ദുക്കൾക്ക് ഒന്ന് കുത്താൻ വേണ്ടിയിട്ടാണ്. ആ അയോധ്യയിൽ ജയിച്ച അവധേഷ് പ്രസാദാണ് ശ്രീരാമനല്ല അയോധ്യയുടെ രാജാവെന്ന് പറയുന്നതിനേക്കാളും വലിയ അപമാനം ഹിന്ദുക്കൾക്കില്ല. പക്ഷേ സത്യത്തിൽ ആ അപമാനം ഹിന്ദുക്കൾ അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അയോധ്യ ജില്ലയിലെ അല്ലെങ്കിൽ ഫൈസാബാദിലെ ഹിന്ദുക്കളെങ്കിലും അർഹിക്കുന്നുണ്ട്. കാരണം നൂറ്റാണ്ടുകളായിട്ടുള്ള ഹിന്ദുക്കളുടെ 5 നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളുടെ ഒരു ആഗ്രഹ സഫലീകരണമാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ കഴിഞ്ഞത് അല്ലേ? അതെ. അപ്പോൾ അത്രയും വലിയ ഒരു ചരിത്രത്തിൻ്റെ വീണ്ടെടുക്കൽ നടത്തി സ്വാഭിമാനികളായി ഹിന്ദുക്കൾ നിൽക്കേണ്ടുന്ന സമയത്ത് BJPക്ക് തോൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു അയോധ്യയിലെ ഹിന്ദുക്കൾ. അനുഭവിക്കണം, കുറച്ച് പേരുദോഷം കിട്ടണം, കുറച്ച് വേദനിക്കണം ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച്. ചെയ്തു പോയ തെറ്റെന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചതെന്നറിയോ? ഇപ്പോൾ UP പലരും പറയുന്നത്, ചിലരൊക്കെ പറയുന്ന RSS സഹായിക്കാത്തത് കൊണ്ട് തോറ്റു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പാലക്കാട് സംഭവിച്ചതുപോലെയുള്ളൊരു സാധനമാണ് അയോധ്യയിൽ നടന്നത്. അല്ലെങ്കിൽ അയോധ്യയിൽ നടന്നത് ഫൈസാബാദിൽ നടന്നതിൻ്റെ UP നടന്നതിൻ്റെ ഒരു തനിയാവർത്തനമാണ് പാലക്കാട് നടന്നത്. BJPക്ക് വേണ്ടുന്ന വോട്ടുകൾ പോൾ ചെയ്തില്ല. തിരുവനന്തപുരത്ത് ഞാനൊരു മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ അവിടുത്തെ RSSൻ്റെ അങ്ങനെ ഞാൻ പറയുന്നത് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ പോലും BJPക്ക് കിട്ടുമായിരുന്ന, വന്ന് വോട്ട് ചെയ്താൽ കിട്ടുമായിരുന്ന 10,000 വോട്ട് ചെയ്തില്ല. അത് ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം, 400+ കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ എന്ത് വന്നാലും മോദിജി എന്ന് കരുതിയതുകൊണ്ട് വാരണാസിയിൽ മോദിയുടെ വോട്ട് പോലും കുറഞ്ഞു പോയി. അത് ഞാൻ പോയി വോട്ട് ചെയ്തില്ലെങ്കിലും മോദിജി ജയിക്കും. BJPക്ക് 400 കടക്കും ഉറപ്പല്ലേ? പിന്നെ ഈ വെയിലത്ത്, ഒന്നാമത് ആ ഇലക്ഷൻ നടത്തിയ സമയം വളരെ മോശം, ഭീകര വെയിലുള്ള സമയത്താണ് ഇലക്ഷൻ നടന്നത്. ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് ഇട്ടൊന്ന് പണിതാണ്. BJPയെ സഹായിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും BJPക്ക് കാലാവസ്ഥാപരമായി ഒട്ടും അനുകൂലമായിരുന്നു. BJPക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തിനും. പിന്നെ BJPയുടെ സംഘടനാ സംവിധാനത്തിന് വലിയ ഒരു ആലസ്യം വന്നു. ജയം ഉറപ്പാണ്, എതിരാളി ഇല്ല എന്നൊരു ഫീല് വന്നു. അതുകൊണ്ട് സംഭവിച്ച ഒരു പരാജയം കൂടിയാണ്. എന്തായാലും അവിടെ പോയി വോട്ട് ചെയ്യേണ്ട ആളുകൾ ചെയ്യാതിരുന്നത് കൊണ്ടാണ് 54,000 വോട്ടിന് 54,567 വോട്ടിന് BJP തോറ്റിട്ട് ഈ അവധേഷ് പ്രസാദ് ജയിച്ചത്. ഇപ്പോൾ അവധേഷ് പ്രസാദ് എന്തിനാ കരയെന്നറിയാമോ? ഇയാൾ അവിടുത്തെ മിൽക്കിപൂർ മണ്ഡലത്തിലെ MLA ആയിരുന്നു. മിൽക്കിപൂർ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത്.
അത് ഇയാളുടെ SP നേതാവ് അഖിലേഷിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ മിൽക്കിപ്പൂരിൽ നിന്ന് ഇയാൾ രാജിവെക്കട്ടെ, എന്നിട്ട് ഫൈസാബാദിലേക്ക് മത്സരിക്കട്ടെ. അപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു, ഞാനെങ്ങാനും ജയിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മകനെ എവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത്. കാരണം ഇത്രയും വർഷം ആ മണ്ഡലത്തിൽ നിന്ന് മിൽക്കിപ്പൂർ മണ്ഡലം ഇയാളുടെ കുത്തകയാണ്, അവധേഷ് പ്രസാദിന്റെ കുത്തക മണ്ഡലം. അവിടെ നിന്ന് അയാൾ 6 തവണ ജയിച്ച് 6 തവണ മന്ത്രിയായിട്ടുണ്ട്. അത്രയ്ക്ക് പുള്ളിക്ക് അവിടുത്തെ ഓരോ വീടും ഓരോ ഊടുവഴിയും മനപ്പാടമായിരിക്കുന്ന ആളാണ് അവധേഷ് പ്രസാദ്. അതുകൊണ്ട് അയാൾ ആവശ്യപ്പെട്ടു, ഞാൻ മത്സരിക്കാം, പക്ഷേ എൻ്റെ മകൻ അജിത് പ്രസാദിന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മത്സരിച്ചു, ജയിച്ചു. ഈ പറഞ്ഞതുപോലെ കള്ളത്തരം പറഞ്ഞ് ഹിന്ദുക്കളെ അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി അയോധ്യ മണ്ഡലം ഞങ്ങൾ ജയിച്ചു എന്നുള്ള വ്യാജം പറഞ്ഞ് നാട് മുഴുവൻ പ്രചാരണം നടത്തി. പാർലമെൻറ്റിൽ ഈ നിലവിളിക്കുന്ന ഈ പോർക്കിനെ പോലുള്ള മനുഷ്യനെ, ബോഡി ഷേമിംഗ് ആണേ, സാരമില്ല, ഇയാളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് അയോധ്യയിലെ യഥാർത്ഥ രാജാവാണ് എന്ന് പറയുമ്പോൾ ഈ നിലവിളിക്കുന്ന പൊങ്ങനാണ് അയോധ്യയിലെ രാജാവെന്ന് പറഞ്ഞാൽ ഇത് നിലവിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, മോങ്ക് അലറുക, പന്നി കരയുന്ന പോലെ കരയാണ് അല്ലേ. എന്താ കാര്യം എന്നറിയോ, അവിടുത്തെ മിൽക്കിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മകൻ തോറ്റു. ഈ നിയമസഭാ ഇലക്ഷനിൽ തോറ്റു എന്ന് റിസൾട്ട് അറിഞ്ഞപ്പോൾ 6 തവണ മന്ത്രിയായിരുന്ന അയോധ്യയിലെ രാജാവ് നിലവിളിക്കുന്ന നിലവിളിയാണ് കണ്ടത്. സത്യത്തിൽ ഇപ്പം നമ്മൾ ദില്ലി ഇലക്ഷൻ്റെ കൂടെയാണല്ലോ മിൽക്കിപ്പൂരിൽ ബൈ ഇലക്ഷൻ നടന്നത്. നമ്മൾ ദില്ലി ഇലക്ഷൻ കെജ്രിവാൾ തോറ്റു എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷിക്കുന്നുണ്ട്. BJP സംബന്ധിച്ച് വലിയ വിജയമാണ്. 10-27 വർഷത്തിന് ശേഷം അവിടെ ആദ്യമായി BJP സർക്കാർ വരികയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫ്രോഡായ കെജ്രിവാൾ തോറ്റു. അയാളായിരുന്നു വിദേശ ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിയെടുത്ത ഏറ്റവും വലിയ രാജ്യവിരുദ്ധനാണ് ദില്ലിയിൽ തോറ്റത്. അഭിമാനകരമാണ്. പക്ഷേ അതിനേക്കാളും ഞാൻ അഭിമാനകരമായി കാണുന്നത് മിൽക്കിപ്പൂരിൽ ഈ അവധേഷ് പ്രസാദിൻ്റെ മകൻ അയാളുടെ കുത്തക സീറ്റിൽ, അയാളുടെ കുടുംബ സീറ്റിൽ, അയാൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് വോട്ടിന് ജയിച്ചിരുന്ന മണ്ഡലത്തിൽ BJP ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രബാനു പാസ്വാൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി ജയിച്ചു. യുവരാജാവിനെ വാഴിക്കാൻ പറ്റിയില്ല. യുവരാജാവിനെ വാഴിക്കാൻ പറ്റിയില്ല. കുടുംബ ആധിപത്യമാണ്. അതുമല്ല സിനു ഞാൻ കാണുന്നത്. അതെല്ലാം ശരിയാണ്. സിനു പറഞ്ഞ കുടുംബാധിപത്യമായിരിക്കും. ഇപ്പം അഖിലേഷ് യാദവ് ആരുടെ മകനാണ്? മുലായമിൻ്റെ മകനാണ്. കുടുംബ പാർട്ടിയല്ലേ. അഖിലേഷിൻ്റെ വീട്ടിൽ നിന്ന് എത്രയുണ്ട്? ഭാര്യ MP, അളിയൻ MP. അപ്പോൾ കുടുംബ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറയേണ്ട കാര്യമില്ല. ആണ്. അങ്ങനെ ചില ഈ കോൺഗ്രസ് അല്ല, അമ്മ, മകള്, മകന്, ഇനി പ്രിയങ്കയുടെ മക്കള് വരാനിരിക്കുകയാണ്. റെയ്ഹാനോ അങ്ങനത്തൊക്കെയാണല്ലോ പേര്. അവരൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു പൊളിറ്റിക്സിനിടയ്ക്ക് ഞാൻ കാണുന്നത് അങ്ങനെയൊന്നുമില്ല. ഹിന്ദുക്കളുടെ അഭിമാനത്തിന് ഒന്നിച്ചു നിൽക്കലിന് വലിയ ക്ഷതം ഫൈസാബാദിൽ അയോധ്യ ഇരിക്കുന്ന മണ്ഡലത്തെ പറ്റിയിരുന്നു ആ പരാജയം കൊണ്ടല്ലേ. അത് തിരുത്തി മിൽക്കിപ്പൂർ മണ്ഡലം ഹിന്ദുക്കൾ തിരിച്ചു പിടിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പറ്റിയ തെറ്റു തിരുത്തി എന്നതാണ് അവധേഷ് പ്രസാദിൻ്റെ കുടുംബ സീറ്റ്, കുത്തക സീറ്റ്, SP-യുടെ സീറ്റ് തിരിച്ചു പിടിച്ചുകൊണ്ട് ചന്ദ്രബാബു പാസ്വാൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി ജയിച്ചത്. അത് വാർത്തയായില്ല. അവധേഷ് പ്രസാദ് ജയിച്ചത് വലിയ ആഘോഷമായിരുന്നു. അയാൾ മകൻ തോറ്റപ്പോൾ അയാൾ ഇത്രയും അലറി പന്നിയെ പോലെ കരയണമെന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തെക്കുറിച്ച് അയാളുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഒരു കാരണവശാലും തോക്കില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ച മണ്ഡലം കയ്യിൽ നിന്ന് പോയപ്പോൾ താൻ MP ആണ്, 6 തവണ മന്ത്രിയായ ആളാണ്, ഞാൻ രാഹുൽ എന്നുള്ള പപ്പു മോൻ പറഞ്ഞതുപോലെ അയോധ്യയിലെ രാജാവാണെന്നുള്ളതൊക്കെ മറന്നുപോയി ഇയാൾ അലറിക്കൂവി കരയേണ്ടി വന്നു. കരയിപ്പിച്ചു ആര്? മിൽക്കിപ്പൂരിലെ ജനങ്ങൾ. ഞാൻ പറയും മിൽക്കിപ്പൂരിലെ ഹിന്ദുക്കൾ സ്വാഭിമാനം വീണ്ടെടുത്ത് അവരുടെ തെറ്റു തിരുത്തി. അതാണ് മിൽക്കിപ്പൂരിലെ വിജയം. അത് ഒരു വീഴ്ച ഉണ്ടായാൽ അതിൽ നിന്ന് പാഠം പഠിച്ച് ജനങ്ങൾ തിരുത്താൻ പഠിച്ചു. കാരണം നോക്കൂ, അത് മാത്രമല്ല, അതിനുശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും BJP അതിശക്തമായി UP-യിൽ തിരിച്ചു വന്നു. അപ്പോൾ എവിടെയൊക്കെയാണോ ആലസ്യം കാണിച്ചത് അതൊക്കെ മറന്നു കളഞ്ഞിട്ട് ഊർജ്ജസ്വലമായി പരിഹരിച്ചു. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ആ പ്രശ്നത്തിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിഹരിച്ചു. നമുക്ക് അവിടുത്തെ ഭൂരിപക്ഷം കൂടെ നോക്കാം. ചന്ദ്രബാനു പാസ്വാൻ എന്ന് പറയുന്ന ഇയാളുടെ മകന് കിട്ടിയത് 1,46,397 വോട്ടുകളാണ്. അതായത് അവധേഷ് പ്രസാദിൻ്റെ മണ്ഡലത്തിൽ 61,710 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അയാളുടെ മകനെ അജിത് പ്രസാദിനെ തോൽപ്പിച്ചു. എവിടെ നിന്ന് വന്നു ഈ വോട്ടുകൾ? കുത്താതെ പോയ വോട്ടുകൾ, അബദ്ധം പറ്റിപ്പോയ വോട്ടുകൾ തിരിച്ചു വന്നു. തെറ്റ് തിരുത്തി.
ഇനി ബാക്കിയുള്ള നമുക്ക് ആ മണ്ഡലത്തിൽ മത്സരിച്ച മറ്റ് സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ പറയാം. അല്ലേ പറയുന്നറിയോ? ഓ അതും ജയിച്ചു, പക്ഷെ ബാക്കി വോട്ടുകൾ ഭിന്നിച്ചു പോയതാണ്. ബാക്കി എല്ലാ വോട്ടും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് പറയും, ജയിച്ചിരുന്നേനെ എന്ന് പറയും. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ വോട്ടുകൾ നോക്കാം. അതായത് അജിത് പ്രസാദ് ഈ വിദ്വാൻ്റെ മകന് കിട്ടിയ 84,687 വോട്ടാണ്. അതായത് അതിനേക്കാളും 61,710 വോട്ട് BJP സ്ഥാനാർത്ഥി ചന്ദ്രബാനു പാസ്വാന് കിട്ടി. ഇനി BSPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു സന്തോഷ് കുമാറിന് കിട്ടിയത് 5,459 വോട്ട്. ഇനി MAP എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ മത്സരിച്ചു. MAP എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി റാം നരേഷ് ചൗധരിക്ക് കിട്ടിയത് 1,722 വോട്ടുകൾ. ഇനി സ്വതന്ത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് സഞ്ജയ് പാസി 1,107 വോട്ട്, ബോലോനാഥ് 1,003 വോട്ടുകൾ, വേദ് പ്രകാശ് 507 വോട്ട്, അരവിന്ദകുമാർ 425 വോട്ട്, സുനീത 363 വോട്ട്, കാഞ്ചലത 286 വോട്ട്. അതുകൂടാതെ നോട്ടയ്ക്ക് 1,361 വോട്ടുകളും കിട്ടി. ഇതെല്ലാം കൂട്ടിയാലും 61,710 എന്ന ഭൂരിപക്ഷത്തിന് താഴെ നിൽക്കുള്ളൂ. അപ്പം അവരുടെ ആ വാദം നിലനിൽക്കില്ല. ആ വാദം നിലനിൽക്കില്ല. ഇപ്പോൾ നമ്മൾ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ കിട്ടിയിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടി ജയിക്കുമെന്ന് പറയുന്നല്ലോ. എന്ന് പറയുന്ന തിയറി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. സത്യത്തിൽ ഇത് വലിയ വാർത്തയാവേണ്ടതായിരുന്നു, വലിയ ചർച്ചയാവേണ്ടതായിരുന്നു. BJPക്ക് UP പറ്റിയ ഒരു കാലിടറൽ, അല്ലേ, ഒരു കാലൊന്നിടറി. അത് ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-5 മാസമായപ്പോഴേക്കും അജയ്യമായ വിധത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് ചർച്ചയായില്ല എന്ന് ചോദിച്ചാൽ മനഃപൂർവ്വം ചർച്ചയാകാത്തതാണ്, മനഃപൂർവ്വം വാർത്തയാക്കാത്തതാണ്. കാരണം ഒരു അബദ്ധം പറ്റിയത് സംഘപരിവാർ അല്ലെങ്കിൽ BJP തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. അതിപ്പോൾ ബാക്കി UP ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴും ഖേദത്തോടെ ഇരിക്കും. എന്നാലും UP ചതിച്ചല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ ആവേശം വീണ്ടെടുക്കാനും അവരറിയരുത്, ഞങ്ങൾ വീണ്ടും പതറിയുന്നതും അറിയരുത്. ഞങ്ങൾ വീണ്ടും ദയനീയമായി ജനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്നും ഹിന്ദു വോട്ടുകൾ പറ്റിപ്പോയ അബദ്ധം തിരുത്താൻ വേണ്ടി സജീവമായി അവരുടെ യഥാർത്ഥ പൈതൃകത്തിലേക്ക് കുത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നും UP പഴയ UP ആയി പിന്നെയും മാറിയെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാർത്തയാവാത്തത്. അതുകൊണ്ടാണ് ഇവരിപ്പോഴും പറയുന്നത് അയോധ്യയിൽ തോറ്റത് BJP ആണ്, അയോധ്യയിൽ BJPയെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ കിഴവൻ്റെ നിലവിളി കൂടി ഓർമ്മയിലുണ്ടാവണം. ആ നിലവിളി ശബ്ദം ഇവിടുത്തെ സ്വാഭിമാനികളായ ദേശസ്നേഹികളുടെ കാതിന് പീയൂഷമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.